CPM-ന്റെ കൊലവിളി രാഷ്ട്രീയത്തിനും അതുപോലെ ഭരണത്തിനും കീഴിൽ ദാരുണമായി ജീവൻ നഷ്ടപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥനായ നവീൻ ബാബുവിൻ്റെ മരണം ഒടുവിൽ CBI അന്വേഷണത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയും രണ്ട് പെൺമക്കളും പുതിയ മുഖ്യമന്ത്രി VD സതീശനെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും നേരിട്ട് കണ്ട് നവീൻ ബാബുവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം CBI ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഈ ഒരൊറ്റ ആവശ്യത്തിനായി കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ആ കുടുംബം കണ്ണീരോടെ നിയമ പോരാട്ടം നടത്തുകയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ CPM എന്ന രാഷ്ട്രീയ പാർട്ടിയും മുൻ പിണറായി സർക്കാരും നഖശിഖാന്തം കോടികൾ ഖജനാവിൽ നിന്ന് മുടക്കി സുപ്രീം കോടതി വരെ പോയി ഇതിനെ എതിർത്തുകൊണ്ട് അത് വിജയിച്ചത് അല്ലെങ്കിൽ എതിർത്തുകൊണ്ട് മാത്രം CBI അന്വേഷണത്തിലേക്ക് പോയതുമില്ല. ഇപ്പോൾ ഭരണമാറ്റമുണ്ടായപ്പോൾ കേരള പോലീസ് തന്നെ പ്രത്യേക സംഘത്തെ വെച്ച് അന്വേഷിച്ചാൽ മതിയെന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണെങ്കിലും അതല്ല, CBI തന്നെ അന്വേഷിക്കട്ടെ, തങ്ങളുടെ ആഗ്രഹം സാധിക്കട്ടെ എന്നാണ് കുടുംബം ആഗ്രഹിച്ചത്. അതിനെ ശരിവെക്കുകയായിരുന്നു മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും രണ്ടുപേരും ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ രണ്ടുപേരും മഞ്ജുഷയോടും പെൺമക്കളോടും ഒരൊറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ: നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തോ അത് ഞങ്ങൾ ചെയ്തു തരും, അല്ലെങ്കിൽ അത് ഞങ്ങൾ നടത്തിത്തരും. CBI എങ്കിൽ CBI, പ്രത്യേക അന്വേഷണ സംഘമെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം. അവർ ആവശ്യപ്പെട്ടു CBI മതി എന്നുള്ളതാണ്. അങ്ങനെ നാളെ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക തീരുമാനമുണ്ടാകും. അതിനുശേഷം വിജ്ഞാപനം ഇറങ്ങുകയും ചെയ്യും. പിന്നെ തീരുമാനിക്കേണ്ടത് CBI ആണ്. CBI നേരത്തെ തന്നെ അന്വേഷിക്കുന്നതിൽ എതിർപ്പില്ല എന്ന് കോടതിയെ അറിയിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ CBI അന്വേഷണം സാധ്യമാകുമെന്ന് തന്നെ കണക്കാക്കുകയും വേണം. ഈ തീരുമാനം പുറത്തു വന്നതോടെ CPM അടിമുടി വിരണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് VD സതീശൻ കോടതിയേക്കാൾ മുകളിലാണോ എന്ന് ചോദ്യം ചോദിച്ച് വെപ്രാളപ്പെടുന്നത്. അതുകൂടാതെ സൈബർ ഹാൻഡിലുകൾ വലിയ തരത്തിൽ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. കോടികൾ ഖജനാവിൽ നിന്നും വാരിയെറിഞ്ഞ് CBI അന്വേഷണം തടയാൻ ശ്രമിച്ച CPM-നെ സംബന്ധിച്ചിടത്തോളം ആ തലവേദന ഒഴിഞ്ഞു പോയെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ കേസ് CBI-ക്ക് വിടുന്നു എന്നത് അവരെ സംബന്ധിച്ച് ഭയപ്പെടുത്തുന്ന, വെപ്രാളപ്പെടുത്തുന്ന വാർത്ത കൂടിയാണ്. രമേശ് ചെന്നിത്തലയേക്കാൾ VD സതീശന് വിശ്വാസം മോദിയാണെന്ന് KK രാഗേഷ് ഏറ്റവും ഒടുവിൽ ക്യാപ്സൂൾ ഇറക്കാൻ കാരണവും ഈ CBI പേടി കൊണ്ട് തന്നെയാണ്. എന്തുകൊണ്ടാണ് CPM നേതാക്കൾ ഈ കേസ് CBI അന്വേഷിക്കുന്നതിനെ ഇത്രമാത്രം ഭയക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് മറുപടി പ്രമുഖ മാധ്യമപ്രവർത്തകൻ ശ്രീ രാംനാഥ് ഈ ചോദ്യം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഡെപ്യൂട്ടി കളക്ടറായിരുന്ന നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണത്തിൻ്റെ അന്വേഷണം CBI-ക്ക് വിടാൻ മുഖ്യമന്ത്രി സതീശൻ തീരുമാനിച്ചതിനെ കണ്ണൂർ ജില്ലാ CPM സെക്രട്ടറി KK രാഗേഷിനെ എതിർക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നവീൻ ബാബുവിൻ്റെ മരണം അറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും രണ്ട് പെൺമക്കളും പത്തനംതിട്ടയിൽ നിന്നും കണ്ണൂർ വരെ എത്തുന്നതിന് മുമ്പേ CPM ജില്ലാ നേതൃത്വം അവരുടെ സമ്മതമില്ലാതെ പോസ്റ്റ്മോർട്ടം നടത്തിയത് എന്തുകൊണ്ടാണ്? ഇത് തന്നെയാണ് ആദ്യത്തെ ചോദ്യം. പാർട്ടിക്ക് മറച്ചു വയ്ക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതുകൊണ്ടാണ് അവർ ആ പോസ്റ്റ്മോർട്ടം നടത്താൻ പോലും കുടുംബത്തെ കാത്തിരിക്കാതിരുന്നത്. CPM ഭരിക്കുന്ന കണ്ണൂർ പരിയാരം സഹകരണ കോളേജിൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം ചെയ്തതെന്നതും നമ്മൾ മറക്കാതെ പോകണം. വീണ ജോർജ് മന്ത്രിയെ ICUവിൽ പ്രവേശിപ്പിച്ച കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ പോലീസ് ഇൻക്വസ്റ്റ് നടത്താതെ നവീൻ ബാബുവിൻ്റെ ബോഡി തിടുക്കത്തിൽ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയതിന് ജനം അന്ന് വലിയ തരത്തിൽ സംശയിച്ചിരുന്നു. ഇനി ആരെങ്കിലും അദ്ദേഹത്തെ കൊന്നിട്ട് കോട്ടേഴ്സിൽ കെട്ടിത്തൂക്കിയതാണോ? അങ്ങനെ തന്നെയാണ് കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ സംശയവും. അദ്ദേഹം ഒരിക്കലും മരിക്കേണ്ട സാഹചര്യമില്ല. സമ്മർദ്ദത്തെ താങ്ങാൻ കഴിഞ്ഞില്ല എങ്കിലും അദ്ദേഹം തന്നെയും തൻ്റെ പെൺമക്കളെയും ഓർക്കാതിരിക്കില്ല എന്ന് ഇപ്പോഴും മഞ്ജുഷ പറയുന്നതിൻ്റെ കാരണം ഇതിൻ്റെ പിന്നിൽ വലിയ ഗൂഢാലോചന ഉണ്ട് എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. ജനങ്ങളുടെ ആ സംശയം ശരിവെക്കുന്നതാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം പത്തനംതിട്ടയിൽ നിന്നും എത്തുന്നതിന് മുമ്പ് അവരുടെ സമ്മതമില്ലാതെ പോസ്റ്റ്മോർട്ടം ചെയ്തത്. നവീൻ ബാബുവിൻ്റെ കുടുംബം ഒരു CPM കുടുംബമായതുകൊണ്ട് തന്നെ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഒന്നും പറഞ്ഞിരുന്നില്ല. നവീൻ ബാബുവിൻ്റെ ബോഡിയുമായി ആംബുലൻസ് പത്തനംതിട്ടയിലേക്ക് പോയപ്പോൾ അന്നത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനും അനുഗമിക്കുകയും ചെയ്തിരുന്നു. ശവസംസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ജയരാജൻ അവിടെ നിന്ന് തിരിച്ചത് പോലും. അതായത് നവീൻ ബാബുവിൻ്റെ കുടുംബം ഒരിക്കലും പാർട്ടിയെ തള്ളിപ്പറയരുതെന്ന് വാശിയോടെയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പത്തനംതിട്ടയിലെ CPM നേതൃത്വം നവീൻ ബാബുവിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചത് പോലും ഇതേ നിലപാടിൻ്റെ ഭാഗമാണ്. നവീൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടത്തിൽ ദുരൂഹതയുണ്ടെന്ന് ശവസംസ്കാരം നടക്കുന്ന സമയത്ത് പത്തനംതിട്ടയിൽ CPM നേതാക്കൾ മാധ്യമങ്ങളോട് പറയുന്ന സാഹചര്യമുണ്ടായി. MV ജയരാജൻ അവിടെ ഉണ്ടായതുകൊണ്ടാണ് വീണ്ടും ഒരു പോസ്റ്റ്മോർട്ടം ആരും ആവശ്യപ്പെടാതിരുന്നെന്ന് കൂടി അവിടെ മനസ്സിലാക്കിയിരിക്കുന്നു. ജയരാജൻ അത് ഉദ്ദേശിച്ചിട്ടായിരിക്കാം അവിടെ നിന്ന് പോയെന്നുള്ള ആക്ഷേപമുണ്ട്. മാസങ്ങൾ കഴിഞ്ഞിട്ടും അന്വേഷണത്തിൽ പുരോഗതികളൊന്നും ഇല്ലാതായപ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബം അന്നത്തെ മുഖ്യമന്ത്രിയെയും അതുപോലെ ഇന്നത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെ സമീപിച്ച് അന്വേഷണം CBI-ക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അന്വേഷണം ശരിയായ ദിശയിലാണെന്നും CBI-ക്ക് അന്വേഷണം കൈമാറേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞ്
അവരെ നിർദ്ദയം തിരിച്ചയക്കുന്ന സാഹചര്യമുണ്ടായി. അതിനെ തുടർന്നാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ അന്വേഷണം CBIക്ക് കൈമാറാൻ ആവശ്യപ്പെട്ട് ഹൈക്കോടതി സമീപിച്ചപ്പോൾ പിണറായി വിജയൻ പറഞ്ഞ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി അന്ന് അവരുടെ പരാതി തള്ളിക്കളയുകയായിരുന്നു. ഇതേ ആവശ്യവുമായി സുപ്രീം കോടതി സമീപിച്ചപ്പോൾ ഹൈക്കോടതി പറഞ്ഞ കാര്യം ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയും അവരുടെ പരാതി തള്ളുന്ന സാഹചര്യമുണ്ടായി. നവീൻ ബാബുവിൻ്റെ മരണത്തിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഏത് അന്വേഷണവും പാർട്ടിയും ഗവൺമെൻറ്റും സാധിച്ചു തരുമെന്നും പാർട്ടി നിങ്ങളോടൊപ്പം ഉണ്ടെന്നുമാണ് നവീൻ ബാബു മരിച്ച സമയത്ത് CPM ലീഡർഷിപ്പ് മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കൊടുത്ത ഉറപ്പെന്ന് പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് പിണറായി CBI അന്വേഷണത്തിൽ അന്ന് എതിർത്തതെന്നുള്ള ചോദ്യം ഉണ്ടാകുന്നുണ്ട്. ഈ അന്വേഷണം CBIക്ക് കൈമാറുന്നതിന് എന്താണ് വിജയനും അതുപോലെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിനും ഒരുപോലെ എതിർക്കേണ്ട സാഹചര്യം ഉണ്ടായത്? നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ഉത്തരവാദിത്തം കേവലം PP ദിവ്യയിൽ ഒതുങ്ങില്ലെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. കാരണം അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അന്വേഷണം CBIക്ക് വിടണമെന്നുള്ള ഈ കുറിപ്പ് വളരെ പ്രസക്തമാകുന്നുണ്ട്. നവീൻ ബാബു കേസ് CPM കൈകാര്യം ചെയ്തത് PP ദിവ്യയെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ്. PP ദിവ്യ ആത്മഹത്യാ പ്രേരണ നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് പിണറായിയുടെ പോലീസ് കേസെടുക്കുന്നു. അതിൻ്റെ പേരിൽ PP ദിവ്യ ജയിലിലടയ്ക്കപ്പെടുന്നു. അന്ന് പാർട്ടിക്കാർക്കിടയിൽ ഉണ്ടായ വികാരവും പൊതുജന വികാരവും കണക്കിലെടുക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് PP ദിവ്യയെ പാർട്ടി തള്ളിപ്പറഞ്ഞത്. അക്ഷരാർത്ഥത്തിൽ ദിവ്യ ഞെട്ടിപ്പോയിരുന്നു ഈ തീരുമാനത്തിൽ. പാർട്ടി തന്നെ സംരക്ഷിക്കുമെന്ന ഉറച്ച വിശ്വാസം ദിവ്യയ്ക്ക് ഉണ്ടായിരുന്നു. ആ വിശ്വാസത്തിന് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ടായിരുന്നു. എന്നിട്ടും ദിവ്യയെ തള്ളിപ്പറഞ്ഞത് CPMന് മറ്റൊരു നിവൃത്തിയുമില്ലാത്തതുകൊണ്ടാണ്. ജയിലിൽ കിടക്കുന്ന ദിവ്യയ്ക്ക് പാർട്ടിയും ജയിലധികാരികളും പോലീസും എല്ലാവിധ സംരക്ഷണവും ഒരുക്കിയെന്നുള്ളതാണ് അന്നത്തെ പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസ് പ്രധാനമായി ഉന്നയിച്ച ആക്ഷേപം എന്നുള്ളത്. ജയിലിൽ നിന്നവർ പുറത്തേക്ക് വന്നത് പോലും അവരുടെ പതിവ് രീതിയിൽ ആഡംബര വസ്ത്രം ധരിച്ചും കണ്ണെഴുതിയും ഫേഷ്യൽ ചെയ്തുമൊക്കെയാണെന്നുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ജയിലിൽ കിടക്കുന്നു എന്നുള്ളതല്ലാതെ PP ദിവ്യയ്ക്ക് യാതൊരുവിധ അസൗകര്യവും അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ PP ദിവ്യയ്ക്ക് അവർ കൊടുത്തിരുന്ന വാക്ക് കേസ് ദുർബലപ്പെടുത്തുന്നതിനുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ അവർക്കെതിരുണ്ടായിരുന്ന കേസെല്ലാം ദുർബലപ്പെടുത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും ഗുണങ്ങളും ഒരുക്കി വെച്ചിരുന്നു എന്നുള്ളതാണ്. ആ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ദിവ്യ ഈ അടുത്ത കാലം വരെ മുന്നോട്ട് പോയത്. പക്ഷേ ഭരണം മാറിയതോടെ സ്ഥിതിയാകെ മാറി മറിഞ്ഞിരിക്കുകയാണ്. CBI കേസ് ഏറ്റെടുത്താൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടി വരും. ആ വിശദാംശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് PP ദിവ്യയുടെ ഫോൺ വിളി തന്നെയാണ്. ദിവ്യയുടെ കോൾ ഡീറ്റെയിൽസ് ലഭ്യമല്ല എന്നൊക്കെ പറഞ്ഞ് തട്ടിപ്പുകയാണ്, അല്ലെങ്കിൽ തടിതപ്പുകയാണ് അന്നത്തെ പ്രോസിക്യൂഷൻ ചെയ്തത്. കഴിഞ്ഞ ദിവസം ഈ കേസ് കോടതിയിൽ വന്നപ്പോൾ കോടതി ആവശ്യപ്പെട്ടതുപോലെയുള്ള ഫോൺ വിളികൾ ലഭ്യമല്ല എന്നാണ് റിപ്പോർട്ട് കൊടുത്തത്. മറ്റൊരു ദിവസത്തേക്ക് കേസ് മാറ്റിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ കോടതി ചെയ്തിരിക്കുന്നത്. എന്നാൽ CBI സകല ഫോൺ വിശദാംശങ്ങളും ശാസ്ത്രീയമായി ശേഖരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ആ ഫോൺ വിശദാംശങ്ങളിൽ ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ ഗൂഢാലോചന കൃത്യമായി പുറത്തു വരുമെന്നാണ് പറയപ്പെടുന്നത്. ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ CPMൻ്റെ സമുന്നത നേതാവ് MV ജയരാജനും അതുപോലെ CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും പാർട്ടി ഓഫീസ് സെക്രട്ടറിയുമായ ബിജു കണ്ടക്കിയും ഉണ്ട് എന്നുള്ള വിവരവും പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് തന്നെ പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്കങ്ങ് രക്തസാക്ഷിയാകാനില്ല, മറ്റു നേതാക്കൾ കൂടി രക്തസാക്ഷിയാവട്ടെ എന്ന് PP ദിവ്യ പാർട്ടി വൃത്തങ്ങളിൽ കൃത്യമായി സൂചന നൽകിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. പ്രശാന്ത് എന്ന പേരുള്ള CPMൻ്റെ കണ്ണൂരിലെ ബിനാമികളിൽ എന്ന് പറയുന്ന അതിലൊരാൾ എന്ന് കണക്കാക്കപ്പെടുന്ന വ്യക്തിയായിരുന്നു പെട്രോൾ പമ്പിന് അപേക്ഷ നൽകിയത്. ആ പെട്രോൾ പമ്പിന് അനുമതി നൽകാൻ കഴിയുന്ന ഭൗതിക സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നവീൻ ബാബു സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് അത് തടസ്സപ്പെടുത്തിയത്. ഇത് പെട്രോൾ പമ്പിൻ്റെ യഥാർത്ഥ ഉടമകളായ ബിനാമി നേതാക്കളെ വല്ലാതെ ഭയപ്പെടുത്തുന്ന സാഹചര്യം, അതുപോലെ വല്ലാതെ ചൊടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ MV ജയരാജനും ബിജു കണ്ടക്കയും നേരിട്ട് ഇടപെടുന്ന സാഹചര്യവും ഉണ്ടായി. ഡെപ്യൂട്ടി കളക്ടറെ വിളിച്ച് ആവശ്യപ്പെടുക മാത്രമല്ല PP ദിവ്യയെ അതിനായി ചുമതലപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങളും അതുപോലെ ഉണ്ടാകുന്ന ആക്ഷേപങ്ങളും. PP ദിവ്യ വാസ്തവത്തിൽ പാർട്ടി നേതാക്കൾക്ക് വേണ്ടിയാണ് ഇതിലിടപെട്ടത്. നീതിബോധമുള്ള ഈ ഉദ്യോഗസ്ഥൻ പരമാവധി അത് വൈകിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ പാർട്ടിയുടെ ശക്തമായ സമ്മർദ്ദം വന്നപ്പോൾ സ്ഥലം മാറിപ്പോകുന്നതിന് മുമ്പേ ആ ഫയലിൽ ഒപ്പുവെക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തി. എന്നാൽ പാർട്ടിയുടെ ഉന്നത നേതാക്കൾ പറഞ്ഞിട്ട് പോലും ആദ്യഘട്ടത്തിൽ ചെയ്യാൻ കൂട്ടാക്കാത്ത നവീൻ ബാബു അങ്ങനെയെങ്കിൽ സുഖിക്കേണ്ട എന്ന് തീരുമാനിച്ചാണ് അദ്ദേഹത്തെ പരസ്യമായി അപമാനിക്കാൻ വേണ്ടി ആ യാത്രയപ്പ് ചടങ്ങ് നാടകീയമായി നടത്തിയത്. ആ ഗൂഢാലോചനയിൽ അരുൺ K വിജയൻ എന്ന അന്നത്തെ കളക്ടർക്കും പങ്കുണ്ട് എന്നുള്ളതാണ് ആക്ഷേപം. കളക്ടറും PP ദിവ്യയും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണം, PP ദിവ്യയുടെ ഫോണിലേക്ക് CPI നേതാക്കൾ വിളിച്ചതടക്കമുള്ള വിശദാംശങ്ങൾ പുറത്തു വരാതിരിക്കാൻ ഇപ്പോൾ ഇവർ വെപ്രാളപ്പെടുന്നത് അവയൊക്കെ ഒതുക്കിക്കൂട്ടിയിരുന്നു പിണറായിയുടെ പോലീസ് എന്നാണ് അന്വേഷണം പൂർത്തിയാക്കുമ്പോൾ മനസ്സിലാകുന്നത്. പ്രശാന്ത് പ്രതിപട്ടികയിൽ പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് നാം ഇവിടെ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. പ്രശാന്ത് പ്രതിപട്ടികയിൽ വന്നാൽ പ്രശാന്തിൻ്റെ ഫോൺ കോളുകൾ പരിശോധിച്ചാൽ, പ്രശാന്തിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചാൽ ബിനാമി ഇടപാടുകളുടെ മുഴുവൻ വിശദാംശങ്ങളും പുറത്തു വരുമെന്നാണ് ആരോപിക്കപ്പെടുന്നത്. ഇത് കേവലം ഒരു പെട്രോൾ പമ്പിൽ മാത്രം ഒതുങ്ങില്ല.
കണ്ണൂരിലെ ചുഴലി വില്ലേജ് ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് നിരവധി ദേവസ്വം ഭൂമി പലർക്കായി കയ്യേറി വീതിച്ചു കൊടുത്തതിനുള്ള വിഴുപ്പ് പാണ്ഡങ്ങളെല്ലാം പുറത്തു വരുമെന്നുള്ള ആക്ഷേപവും ഉണ്ടാകുന്നുണ്ട്. കോടികളുടെ അഴിമതി ഇടപാടുകൾ കണ്ണൂരിലെ CPI ലോബി നടത്തിയതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അന്വേഷണം പോവുകയും ചെയ്യും. MV ജയരാജനും ബിജു കണ്ടക്കയും അടക്കമുള്ള വമ്പൻ സ്രാവുകൾ ഈ കേസിൽ പ്രതികളാകാൻ സാഹചര്യമുണ്ട്. ഇത്തരമൊരു നാണക്കെട്ട സാഹചര്യം ഒഴിവാക്കണമെന്ന് ആഗ്രഹിച്ചാണ് CPM-ഉം പിണറായിയുടെ പോലീസും ഇതുവരെ പണിയെടുത്തിരുന്നത്. ആ പരിശ്രമമെല്ലാം പാഴാകുന്ന സാഹചര്യം രൂപപ്പെടുന്നത് കൊണ്ടാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഇങ്ങനെ പരസ്യമായി വെപ്രാളപ്പെടുന്നത്. കാരണം ഇവിടെ സ്വന്തം വകുപ്പിന് കീഴിലെ പോലീസിനെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ മോദിയുടെ CBI കൊണ്ടുവരുന്നതെന്നൊക്കെ KK രാഗേഷ് ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുപോലെ സൈബർ കൂട്ടങ്ങളും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാന ഭയം PP ദിവ്യ കുടുങ്ങിയാൽ മുകളിലേക്ക് നിരവധി പേർ കുടുങ്ങാൻ സാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെ പ്രധാന കാരണം കൊണ്ട് തന്നെയാണ്.